പള്ളി കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന അറിയാണ്ട് തള്ളിക്കൊണ്ടുവന്ന ചെറുക്കന്മാരിലേക്ക് കരിമ്പൻ ജ്യൂസിനെ തണ്ടും കൊണ്ട് വന്ന ആളാണ് ഈ കാണാൻ പോകുന്നത്. അഭിനോജി കാവൽ എന്നാണ് ഇവൻ്റെ പേര്. കരിമ്പൻ തണ്ടിനെ ഇരുമ്പ് പല്ലും കൊണ്ട് നേരിടുന്നു പറഞ്ഞാൽ ജോലി രംഗത്തിറക്കുന്ന കാഴ്ച കേട്ടോ കണ്ടേക്കുന്നത്. കരിമ്പൻ തണ്ട് കണ്ടപ്പോഴേക്കും പിള്ളേർ ഉറുമ്പൂതിന്നോലാട്ടോ പൊതിയുന്നത്. എന്തായാലും എല്ലാവരും ഒരു ജോയിലിൻ്റെ വാക്കും കേട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് കടിയും വലിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ജോയിൽ തന്നെയാണ് എന്നാലും മുന്നിൽ നിൽക്കുന്നത്. എന്നാലും അബിക്കൊരു നാണം കേട്ടോ, എല്ലാവരും കൂടെ അവൻ കൊണ്ടുവന്ന് കരിമ്പൻ തണ്ട് വലിച്ചും കയറി ഇരിക്കുന്നുണ്ടപ്പോൾ ചീർട്ടാമലക്കാർക്ക് എന്ത് കരിമ്പൻ തണ്ട്, എനിക്ക് കിട്ടിയ കരിമ്പൻ ജ്യൂസിൻ്റെ തണ്ട് ഞാൻ ഈ ഒരു കോലത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. കടിച്ചും വലിച്ചും പറിച്ചും ഈ സാധനം ഉണ്ടല്ലോ, ഇതിങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് ഏത് കരിമ്പൻ ജ്യൂസ് കുടിച്ചാലും കിട്ടത്തില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ സ്ഥലത്തെ പ്രധാന ഷണ്ടറുള്ള സച്ച് ന്യൂസിൻ്റെ വരോട്ടെ ഞങ്ങളുടെ വീട്ടിൽ ആടിയിടാന്ന് പറഞ്ഞാൽ ഷോ ഇട്ട് നിൽക്കുന്നതാണല്ലോ ഈ കാണുന്നത്. അടുത്ത ആഴ്ച കൊടുത്ത പള്ളിപ്പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയുള്ള ജാഥയാണ് ഈ കാണുന്നത്. പള്ളിപ്പെരുന്നാളിന് മുന്നോടിയുള്ള പിള്ളേരുടെ റിഹേഴ്സൽ പ്രോഗ്രാമാണ് കേട്ടോ. സംഭവം ഗ്രൂപ്പ് ഡാൻസ് ആണെങ്കിലും പിള്ളേരെല്ലാം കൂടെ കൂട്ടിയിട്ട് സിംഗിൾ ഡാൻസ് കളിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന പോലെ അവരുടെ കഴിവിനെ നമുക്ക് അഭിസംബോധന പറ്റത്തില്ലല്ലോ. കാരണം ഈ പ്രായത്തിൽ ഒരു സ്റ്റേജിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം. എന്തൊക്കെ 90s കിഡ്സും 20s കിഡ്സും വന്നാലും പണ്ടത്തെ ആ പാട്ടുകളുണ്ട്, അതേപോലെ തന്നെയാണ് പിള്ളേർ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്, ഒരു നൊസ്റ്റാൾജി ഫീൽ കിട്ടുന്നുണ്ട് ഈ പാട്ടെല്ലാം കൂടെ. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് സ്ഥലത്തെ പ്രധാന തന്ത്രവന്മാരെ ആസ്വദിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. അപ്പോൾ ശരി ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ.